ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഗീ റൈസിൽ നിന്ന് വളരെ ഡിഫറെൻ്റായി, നല്ല സോഫ്റ്റായി, അതുപോലെ തന്നെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗീ റൈസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗീ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി കൈമ റൈസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 to 15 മിനിറ്റ്സ് 15 മിനിറ്റ്സ് മാക്സിമം ആണ് കേട്ടോ. നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കാം. നമ്മളുടെ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും റൈസിൻസൊക്കെ വറുത്തെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് കിസ്മിസും കൂടി ഇട്ട് ഇതുപോലെ അങ്ങ് വറുത്തു കോരാം കേട്ടോ. അടുത്തതായി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വറുത്തു കോരാം കേട്ടോ. ഇപ്പം നമ്മളുടെ സവോള ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഈ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 5 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നമ്മൾ ഇടികല്ലിൽ വെച്ച് ചതക്കില്ല, അതുപോലെ ചതച്ചാൽ മതിയാവും. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി അപ്പോൾ നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് എടുക്കാം കേട്ടോ. ഈ നെയ്യുടെ ഒപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച് മസാലകൾ ചേർക്കുകയാണ്. 2 ബേ ലീവ്സ്, ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, 2 3 കഷ്ണം, പിന്നെ ഒരു തക്കോലം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാല ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവോള ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നൈസായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ ആ ചേർത്ത് കൊടുത്ത സവോള 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവുന്ന സമയം വരയ്ക്കും ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾ ചേർത്ത മസാലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ അടുത്തതായി ചേർക്കുന്നത് സാജീരകമാണ്. അപ്പോൾ ഈ സാജീരകം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ 1 ടീസ്പൂണാണ് സാജീരകം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ സാജീരകം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഒരു 2 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ആ ചേർത്ത് കൊടുത്ത ക്യാരറ്റും കൂടി ഇതിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വെള്ളം എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തോളം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. നിങ്ങൾ ഏത് കപ്പ് കൊണ്ടാണോ റൈസ് എടുത്തത് ആ സെയിം കപ്പ് വെച്ച് തന്നെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റും എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാനപ്പോൾ ഇവിടെ 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് മിൽക്കും കൂടെയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഫ്രഷ് മിൽക്ക് ചേർത്ത് നമ്മൾ ഇതുപോലെ ഗീ റൈസ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അങ്ങനെ പൊതുവേ നമ്മൾ അരച്ച് ചേർക്കാറില്ല. അതും കൂടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനും നല്ല ഡിഫറൻസ് ഉണ്ടാവുകയെ. നമ്മളിപ്പോൾ ഇവിടെ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം 1/2 കപ്പ് ഫ്രഷ് മിൽക്കും കൂടെ ചേർക്കുക. അങ്ങനെ ടോട്ടൽ 4.5 കപ്പ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോഴാണ് റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ.
അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 തവണ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ റൈസൊക്കെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ നട്ട്സൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, സവോളയൊക്കെ, അതൊന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ആ നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കുമേ. അതിന് ശേഷം നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സവോളയും നട്ട്സും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിനോടൊപ്പം ഒരല്പം ക്യാരറ്റും കൂടി നമ്മൾ ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിക്കുക കേട്ടോ. 5 മിനിറ്റ് മതിയാവേ. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ മൂടിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നോക്കുക, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുമാത്രമല്ല റൈസിനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാല് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സ്ട്രക്ചറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് എസൻസും കൂടി ചേർത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗീ റൈസ് ഒന്ന് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മളപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സും അതുപോലെ സവോള വറുത്തെടുത്തതും പിന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞ ക്യാരറ്റും മല്ലിയിലൊക്കെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസാണിത്. അതുമാത്രമല്ല നല്ല ഫ്ലേവറുമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗീ റൈസ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി അതുപോലെ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ദാൽ കറി എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്